Hi students, welcome to orthodontics class. Second year dental assistant കോഴ്സിൽ ഓർത്തഡോണ്ടിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെയാണ് ഓർത്തഡോണ്ടിക്സിൽ പഠിച്ചത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ അതിൽ കണ്ടത് classification of malocclusion, orthodontic appliances, abnormal oral habits and indicated appliances. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്തത്. മാലോക്ലൂഷൻ എന്താണ്, ഏതൊക്കെ തരം മാലോക്ലൂഷൻസ് ഉണ്ട്, അതുപോലെ ഓർത്തഡോണ്ടിക് അപ്ലയൻസസ് ഏതൊക്കെ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഓറൽ ഹാബിറ്റ്സ്, തം സക്കിങ്, അങ്ങനെ ഓറൽ ഹാബിറ്റ്സുകൾ ഓർമ്മയുണ്ടാവുമല്ലോ, അവിടെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റഡ് അപ്ലയൻസസ് ഏതൊക്കെ. ഇനി നമുക്ക് ഓർത്തഡോണ്ടിക്സ് പാർട്ട് 2 പോകാം. ഓർത്തഡോണ്ടിക്സ് പാർട്ട് 2 നമ്മൾ പഠിക്കുന്നത് ഫിക്സഡ് ഓർത്തഡോണ്ടിക്സ്, റിമൂവബിൾ ഓർത്തഡോണ്ടിക്സ്, റീറ്റെയിനേഴ്സ്, ഓറൽ ഹൈജീൻ ആൻഡ് ഡയറ്ററി ഇൻസ്ട്രക്ഷൻസ്. ഈ ഒരു ടോപ്പിക് വളരെ ലെങ്തി ആയതുകൊണ്ട് നമ്മൾ 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫിക്സഡ് ഓർത്തഡോണ്ടിക്സും റീറ്റെയിനേഴ്സും കവർ ചെയ്യും. സെക്കൻഡ് വീഡിയോയിൽ റിമൂവബിൾ ഓർത്തഡോണ്ടിക്സും ഓറൽ ഹൈജീൻ ആൻഡ് ഡയറ്ററി ഇൻസ്ട്രക്ഷൻസും ആയിരിക്കും കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സഡ് ഓർത്തഡോണ്ടിക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഫിക്സഡ് ഓർത്തഡോണ്ടിക് അപ്ലയൻസ്? നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന അപ്ലയൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ ഒരുപാട് ആൾക്കാരിങ്ങനെ പല്ലുകളിലൊക്കെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രാക്കറ്റ്സ് ഒക്കെ ഒട്ടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ടൈപ്പ് ഓഫ് അപ്ലയൻസസ്. ഇത് ആക്ച്വലി ഒരു ഡോക്ടറാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. പേഷ്യൻറ്റിന് റിമൂവ് ചെയ്യാനോ ധരിക്കുവാനോ സാധിക്കുകയില്ല. സോ ഫിക്സഡ് ഓർത്തഡോണ്ടിക് അപ്ലയൻസസ് ആർ orthodontic appliances that are fixed on the teeth which cannot be removed by the patient at will. ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ ടൂത്ത് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് ടൂത്തിനെ മൂവ് ചെയ്യിക്കുന്നത്. ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ ഫിക്സഡ് ആണ് എങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൂത്ത് മൂവ്മെൻറ്റുകളും സാധ്യമാണ്. ഉദാഹരണം ടിപ്പിംഗ്, ട്രാൻസ്ലേഷൻ, ഇൻട്രൂഷൻ, എക്സ്ട്രൂഷൻ, ടോർക്കിംഗ്, അപ്രൈറ്റിംഗ് എന്നിങ്ങനെ. സിവിയറായ മാലോക്ലൂഷൻസും ഫിക്സഡ് ഓർത്തഡോണ്ടിക് ചികിത്സയിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ടൂത്ത് മൂവ്മെൻറ്റ്സ്, വിവിധ ടൂത്തുകൾക്ക് മൂവ്മെൻറ്റ്സ് സാധ്യമാണ്. ഇനി പേഷ്യൻറ്റിന് കോർപ്പറേഷൻ നമുക്ക് വലുതായിട്ട് ആവശ്യമില്ല. കാരണം പേഷ്യൻറ്റിന് സ്വന്തമായിട്ടിത് റിമൂവ് ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ട് പേഷ്യൻറ്റിൻ്റെ കോർപ്പറേഷൻ വലുതായിട്ട് നമുക്ക് ആവശ്യമില്ല. ടൂത്ത് മൂവ്മെൻറ്റിന് ഒരു ഡോക്ടറിനൊരു ബെറ്റർ കൺട്രോൾ ഉണ്ടായിരിക്കും. ഒരു ഡിസൈഡ് മൂവ്മെൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ മൂവ്മെൻറ്റ്സ് ആ ടൂത്തിന് ഉണ്ടാവുകയില്ല. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു നല്ല ഓറൽ ഹൈജീൻ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പല്ലുകളിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് ബ്രാക്കറ്റ്സുകളും ആച്ച് വയറും ഒക്കെ നമുക്ക് പാസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഫുഡ് ലോഡ്ജ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓറൽ ഹൈജീൻ കീപ്പ് ചെയ്യാൻ അത്ര സാധ്യമല്ല. പേഷ്യൻ്റ് നന്നായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത്
സാധ്യമാവുകയുള്ളൂ. കുറച്ച് എക്സ്പെൻസീവാണ്, റിമൂവബിൾ അപ്ലയൻസിനേക്കാൾ എക്സ്പെൻസീവാണ്. അതുപോലെ കൂടുതൽ ചെയർ സൈഡ് ടൈം വേണ്ടി വരുന്നു. ഓർത്തഡോണ്ടിസ്റ്റ് ഒരു കുറച്ചേറെ സമയം ചിലവാക്കിയെങ്കിൽ മാത്രമേ ഈ ഫിക്സഡ് ഓർത്തഡോണ്ടിക് അപ്ലയൻസ് ധരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കമ്പോണൻസ് ഓഫ് ഫിക്സഡ് ഓർത്തഡോണ്ടിക് അപ്ലയൻസ്. ഫിക്സഡ് ഓർത്തഡോണ്ടിക് അപ്ലയൻസിന്റെ കമ്പോണൻസ് മെയിൻ ആയിട്ടുള്ളത് ആക്റ്റീവ് കമ്പോണൻസ്, പാസീവ് കമ്പോണൻസ് എന്നിങ്ങനെയാണ്. ഒരു എഫക്റ്റീവ് ടൂത്ത് മൂവ്മെന്റ് ഉണ്ടാക്കുന്നതാണ് ആക്റ്റീവ് കമ്പോണന്റ്. ആക്റ്റീവ് കമ്പോണൻസ് നൽകുന്ന ഫോഴ്സ് ടൂത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ പാസീവ് കമ്പോണന്റിന്റെ സഹായം വേണം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആക്റ്റീവ് കമ്പോണൻസ്, എന്തൊക്കെയാണ് പാസീവ് കമ്പോണൻസ് എന്ന് നോക്കാം. ആക്റ്റീവ് കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർച്ച് വയർ, ഇലാസ്റ്റിക്സ്, സ്പ്രിങ്സ്, സെപ്പറേറ്റേഴ്സ്. എന്താണ് ആർച്ച് വയർ? ടീത്തിൽ ഒട്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ബ്രാക്കറ്റ്സ്, ബക്കൽ ട്യൂബ്സ് ഇവയുടെ സഹായത്തോടെ ടൂത്ത് മൂവ്മെന്റ്സ് ഉണ്ടാക്കുക എന്നതാണ് ആർച്ച് വയറിന്റെ ഫംഗ്ഷൻ. ഈ ആർച്ച് വയറിന്റെ ക്രോസ് സെക്ഷൻ അനുസരിച്ച് നമുക്ക് പലതായിട്ട് തിരിക്കാം. റൗണ്ട്, സ്ക്വയർ, റെക്റ്റാങ്കിൾ, മൾട്ടി സ്ട്രാൻഡഡ് എന്നിങ്ങനെ. ഈ ആർച്ച് വയറിന് നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കണം, അതേപോലെ ബയോ കമ്പാറ്റിബിൾ ആയിരിക്കണം. ഇലാസ്റ്റിക്സ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആക്റ്റീവ് കമ്പോണന്റായി ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റിലാണ്. റിമൂവബിൾ ട്രീറ്റ്മെന്റിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, എങ്കിലും ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റിലാണ് കൂടുതലായും ഇലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ലഭിക്കുന്നത് സിമ്പിൾ ഇലാസ്റ്റിക്സ്, ഇലാസ്റ്റിക് ചെയിൻ അല്ലെങ്കിൽ ഇ ചെയിൻ, ഇലാസ്റ്റിക് ത്രെഡ്, ഇലാസ്റ്റിക് മോഡ്യൂൾ എന്നിങ്ങനെയാണ്. ഇത് ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഓപ്പൺ ബൈറ്റ്, ക്രോസ് ബൈറ്റ് എന്നിവ കറക്റ്റ് ചെയ്യുക, സ്പേസ് ക്ലോഷർ ചെയ്യുക, അതേപോലെ ഇന്റർ ആർച്ച് റിലേഷൻസ് കറക്റ്റ് ചെയ്യുക. ഇവയൊക്കെയാണ് പ്രധാനമായും ഇലാസ്റ്റിക്സിന്റെ ഉപയോഗം. സ്പ്രിങ്സിന്റെ ഉപയോഗം ടൂത്ത് മൂവ്മെന്റ്സ് ഉണ്ടാക്കുക എന്നതാണ്. അപ്രൈറ്റിംഗ് സ്പ്രിംഗ്, ടോർക്കിംഗ് സ്പ്രിംഗ്, ഓപ്പൺ കോയിൽ സ്പ്രിംഗ്, ക്ലോസ്ഡ് കോയിൽ സ്പ്രിംഗ് എന്നിങ്ങനെ വിവിധ സ്പ്രിങ്ങുകൾ ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നു. സെപ്പറേറ്റേഴ്സ്. ടൈറ്റായിട്ടുള്ള ഇന്റർഡെന്റൽ കോണ്ടാക്ട്സ് ബ്രേക്ക് ചെയ്യുന്നതിനാണ് സെപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ബ്രാസ് വയർ സെപ്പറേറ്റേഴ്സ് ഉണ്ട്, ഇലാസ്റ്റിക് സെപ്പറേറ്റേഴ്സ് ഉണ്ട്, സ്പ്രിംഗ്, ഡംബൽ, കെസ്ലിംഗ് എന്നിങ്ങനെ വിവിധ സെപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. മോളാർ ബാൻഡ് ടീത്തിൽ ഇടുവാനായി നമുക്ക് ഇന്റർഡെന്റൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. പ്രധാനമായും നമ്മൾ ഇതിനാണ് സെപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ ബ്രാക്കറ്റ്സിൽ ആർച്ച് വയർ പ്ലേസ് ചെയ്യാനുള്ള സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. ബക്കൽ ട്യൂബ്സ്. ബാൻഡുകളിൽ ബക്കൽ ട്യൂബ്സ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നു. ഈ ബാൻഡുകൾ ടീത്തിൽ സിമെന്റ് ചെയ്യുന്നു. യൂഷ്വലി നമ്മൾ മോളാർ ബാൻഡ്സിലാണ് ബക്കൽ ട്യൂബ്സ് ഫിക്സ് ചെയ്യാറുള്ളത്. ദെൻ ലോക്ക് പിൻസ്. ബ്രാസ് ഉപയോഗിച്ചാണ് ഈ ലോക്ക് പിൻസ് ഉണ്ടാക്കുന്നത്. ഇത് സാധാരണ ബെക്സ് ടെക്നിക്കിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആർച്ച് വയറിനെ ബ്രാക്കറ്റിൽ തന്നെ ഹോൾഡ് ചെയ്യാനായി ലോക്ക് പിൻസ് ഉപയോഗിക്കുന്നു.
ലൈഗേച്ചർ വയർ സോഫ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വയറുകളാണിത്. ആർച്ച് വയർ ബ്രാക്കറ്റിൽ തന്നെ സെക്യൂർഡ് ആയിട്ടിരിക്കാനായിട്ട് ലൈഗേച്ചർ വയർ യൂസ് ചെയ്യുന്നു. ലിംഗ്വൽ അറ്റാച്ച്മെന്റ്സ് ടീത്തിന്റെ ലിംഗ്വൽ ആസ്പെക്റ്റിൽ ഫിക്സ് ചെയ്യുന്ന ചില കമ്പോണന്റുകളാണിത്. ഇലാസ്റ്റിക്സ് അറ്റാച്ച് ചെയ്യാനായി ഉപയോഗിക്കുന്നു. ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റിൽ ഒരു ഓർത്തഡോണ്ടിസ്റ്റ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഡിസ്റ്റൽ എൻഡ് കട്ടർ, ഓർത്തഡോണ്ടിക് വയേഴ്സ് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാനായിട്ടാണ് ഡിസ്റ്റൽ എൻഡ് കട്ടർ ഉപയോഗിക്കുന്നത്. ബക്കൽ ട്യൂബിൽ കൂടി പാസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ആർച്ച് വയറിന്റെ എൻഡ്സ് കവിളിലൊക്കെ കൊണ്ട് മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുന്നു. വെയിൻഗാർഡ് പ്ലെയർ ആർച്ച് വയറിന് ബെൻഡ് കൊടുക്കാനും ആർച്ച് വയർ പ്ലേസ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ വെയിൻഗാർഡ് പ്ലെയർ യൂസ് ചെയ്യുന്നത്. മാത്യു ലൈഗേച്ചർ പ്ലെയർ ഇലാസ്റ്റിക് മോഡ്യൂൾസ്, ലൈഗേച്ചർ വയർ ഇവയൊക്കെ ഹോൾഡ് ചെയ്യാനും പ്ലേസ് ചെയ്യാനും ടൈ ചെയ്യുവാനുമാണ് മാത്യു ലൈഗേച്ചർ പ്ലെയർ യൂസ് ചെയ്യുന്നത്. ബേർഡ് ബീക്ക് പ്ലെയർ വയേഴ്സ് ബെൻഡ് ചെയ്യാനായിട്ടാണ് ബേർഡ് ബീക്ക് പ്ലെയർ യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്പ്രിങ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ദെൻ ബ്രാക്കറ്റ് ഹോൾഡിംഗ് ട്വീസർ ഹോൾഡ് ചെയ്യാനും നമ്മൾ ടീത്തിലേക്ക് ബ്രാക്കറ്റ്സ് പൊസിഷൻ ചെയ്യാനും ബ്രാക്കറ്റ് ഹോൾഡിംഗ് ട്വീസർ ഉപയോഗിക്കുന്നു. റീറ്റെയിനേഴ്സ് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് റിലാപ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റിൽ നന്നായി കറക്റ്റായ ടീത്തായിരുന്നു, പല്ലുകളൊക്കെ അകത്തേക്ക് പോയി നല്ല പൊസിഷനിലായി. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴിത് പഴയ സ്ഥിതിയിലായി എന്ന് പലപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇങ്ങനെ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നൽകുമ്പോൾ ഒരു പുതിയ പൊസിഷനിലേക്ക് ടീത്ത് എത്തിച്ചേരുകയും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിലാകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ റിട്ടൻഷൻ അപ്ലയൻസ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കറക്റ്റായ ടീത്തിൻ്റെ പൊസിഷൻ പഴയതുപോലെ ആകുന്നതിനെയാണ് നമ്മൾ റിലാപ്സ് എന്ന് വിളിക്കുന്നത്. സോ ടു പ്രിവെൻറ്റ് റിലാപ്സ് റീറ്റെയിനേഴ്സ് ആർ യൂസ്ഡ്. അപ്പോൾ എന്താണ് റിട്ടൻഷൻ അപ്ലയൻസിൻ്റെ ഉപയോഗം? ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ കറക്റ്റായ ടീത്ത് പൊസിഷൻസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഉപകരണമാണ് റിട്ടൻഷൻ അപ്ലയൻസ്. റീറ്റെയിനേഴ്സ് രണ്ട് വിധം, റിമൂവബിൾ, ഫിക്സഡ്. റിമൂവബിൾ റീറ്റെയിനേഴ്സ് Hollis appliance, Bex retainer, Kessling tooth positioner, സ്പ്രിങ് അലൈനർ ഇവയൊക്കെ റീറ്റെയിനേഴ്സിന് എക്സാമ്പിളാണ്, റിമൂവബിൾ ടൈപ്പ്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹോളീസ് റിട്ടൻഷൻ അപ്ലയൻസ് ആണ്. ഹോളീസ് റിട്ടൻഷൻ അപ്ലയൻസിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കമ്പോണൻസ് ആഡംസ് ക്ലാസ്, ലേബിയൽ ബോ, ബേസ് പ്ലേറ്റ് എന്നിവയാണ്. ബേസ് പ്ലേറ്റിന്റെ കോളേഴ്സ് അല്ലെങ്കിൽ ബോർഡേഴ്സ് ടീത്തിനെ തൊട്ട് നിൽക്കേണ്ടതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ടൂത്തിന്റെ പൊസിഷന് മാറ്റം ഉണ്ടാവും. പിന്നെ
ക്ലിയർ റീറ്റെയിനേഴ്സും അവൈലബിൾ ആണ്. കുറച്ചുകൂടി പേഷ്യൻസിന് കൺവീനിയൻ്റ് ആണ് ക്ലിയർ റീറ്റെയിനേഴ്സ് ഉപയോഗിക്കാൻ. അതിൽ പ്ലേറ്റോ വയർ കമ്പോണൻസോ ഒന്നും ഉണ്ടാവുകയില്ല. ഫിക്സഡ് റീറ്റെയിനേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ബാൻഡ് ആൻഡ് സ്പെർ റീറ്റെയിനർ, ബാൻഡഡ് കെനൈൻ ടു കെനൈൻ റീറ്റെയിനർ, ബോണ്ടഡ് ലിംഗ്വൽ റീറ്റെയിനർ. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫിക്സഡ് റീറ്റെയിനർ ആണ് ബോണ്ടഡ് ലിംഗ്വൽ റീറ്റെയിനർ. ഇവിടെ തിൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ഉപയോഗിക്കുന്നു. കെനൈൻ ടു കെനൈൻ ചെറിയ ഒരു സ്ലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ലിംഗ്വൽ ആസ്പെക്റ്റിൽ ഈ വയർ പ്ലേസ് ചെയ്യുകയും ഫ്ലോബിൾ കോമ്പോസിറ്റ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുകയും ചെയ്യും. സാമ്പിൾ ക്വസ്റ്റ്യൻസ്. കമ്പോണൻസ് ഓഫ് ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ്. Advantages of fixed orthodontic treatment. Purpose of using a retention appliance. Identify the commonly used retention appliance.